ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെയ്യുന്നത് പിൻട്രസ്റ്റ് എന്നാണല്ലോ. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആപ്പാണ്. ക്യൂട്ട് തിങ്സ് മാത്രമുള്ളൊരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ക്യൂട്ട് ബണ്ണി ഡോഡ്ലിംഗ് എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള ബണ്ണീസ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനും കഴിയാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ തോണ്ടി മടുത്തു. അവസാനം ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്. എന്നിട്ടുമുണ്ട് കുറേ ക്യൂട്ടായിട്ടില്ല. ഞാൻ പിന്നെ അധികം ക്യൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ഇമേജ് ആക്കേണ്ടിയിട്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും. അപ്പോൾ കുറച്ച് നേരം ലിങ്ക് കോപ്പി എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം ആ ഒരു ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ കോപ്പിയിൽ പോകാം. ഇത് പലവർക്കും അറിയില്ലായിരിക്കും, ഞാൻ വേറൊരു വേദിയിൽ പറഞ്ഞു തരാം. ഇത് നമുക്ക് വേണമെങ്കിൽ വോളിയം ബട്ടൺ ഇല്ലേ, അതിങ്ങനെ പ്രസ് ചെയ്യുമ്പം ക്യാൻവാസ് അൺലോക്ക്ഡ് ആവും. വീണ്ടും പ്രസ് ചെയ്യുമ്പം ക്യാൻവാസ് ലോക്ക്ഡ് ആവും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഇത് നമുക്കിതൊന്ന് ട്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ചെറുങ്ങനെ വരച്ചിട്ടുള്ളൂ, കാരണം ഇതെല്ലാവർക്കും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഏകദേശം വരച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടുക്കുള്ള ആ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒന്നും ഞാൻ വരച്ചിട്ടില്ല. അത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡോംസിൻ്റെ സ്കെച്ച് പെന്നാണ്. നിങ്ങൾക്ക് ഏത് സ്കെച്ചോ കളറോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് ബ്ലാക്കിങ് കൊണ്ടൊന്ന് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മളൊരു പേപ്പർ എടുക്കാം. പേപ്പറിൽ നമ്മളൊരു റൗണ്ട് വരച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ, ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാനാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു പേപ്പർ, കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ഉദ്ദേശിക്കുക. അല്ലാണ്ട് എന്നെ പോലെ പാളിപ്പോകും, കാരണം ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ഇതിങ്ങനെ സെൻറ്ററിലോട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം സെൻറ്ററിലോട്ട് മടക്കാം. എന്നിട്ട് ഈ ഒരു പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഫെവിഗമാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒട്ടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് ശരിയായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പിക്ചറില്ലേ അതവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മുട്ടെടുക്കാം. അപ്പം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് സ്പേസ് വിടണം, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണെങ്കിൽ ഒട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട്.